Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Techno Factory with me Sumod and welcome back to 32 Setup. I think episode 22 ആണെന്ന് തോന്നുന്നു. നമ്മൾ എപ്പിസോഡ് നമ്പറിംഗ് സീക്വൻസ് കണ്ടിന്യൂ ചെയ്യുവാണ്. ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നെങ്കിലും എപ്പിസോഡ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്. സോ ഇൻ കേസ് 32 സെറ്റപ്പിലോട്ട് എൻട്രീസ് അയക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫോമിന്റെ ഡ്രൈവ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ അത് ഡൗൺലോഡ് ചെയ്ത് അതിൽ പറഞ്ഞേക്കുന്നത് പോലെ എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് എല്ലാ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ഫിൽ ചെയ്ത് നിങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളുമായിട്ട് താഴെ പറഞ്ഞേക്കുന്ന ഇമെയിൽ ഐ ഡിയിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ ഫോട്ടോസ് എങ്ങനെയാണ് അയക്കേണ്ടത്, എങ്ങനത്തെ ഫോട്ടോസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്, ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ആമസോണിൽ നമ്മൾ TKFന്റെ സ്റ്റോർ ഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ TKFന്റെ ആമസോൺ സ്റ്റോർ ഫ്രണ്ട് പേജിൽ ഇടുന്നത് എന്റെ പേഴ്സണൽ റിക്കമെൻഡഡ് പ്രൊഡക്ട്സ് ഒക്കെയാണ്. അതിപ്പോൾ PC റിലേറ്റഡ് മാത്രമല്ല, ടെക് റിലേറ്റഡ്, ഗാഡ്ജറ്റ്സ് റിലേറ്റഡ്, അല്ലെങ്കിൽ വീഡിയോ പ്രൊഡക്ഷൻ റിലേറ്റഡ്, ഓഡിയോ എക്യുപ്മെന്റ്സിന്റെ വീഡിയോ എങ്ങനെ ഷൂട്ട് ചെയ്യാം, ക്യാമറ റിലേറ്റഡ് ആകും. സോ ഓവറോൾ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി അറിയാവുന്ന റിക്കമെൻഡ് ചെയ്യാവുന്ന പ്രൊഡക്ട്സ് ഒക്കെയാണ് ഈ സ്റ്റോറിൽ ഇടുന്നത്. സോ ഇതെല്ലാം കാറ്റഗറി വൈസ് ഓരോന്നും സോർട്ട് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റിന്റെ റെക്കമെൻഡേഷൻ വേണം, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങാനുള്ള ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ പേജിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ PC പാർട്സിന്റെ റെക്കമെൻഡേഷൻസ് നോക്കുവാണെങ്കിൽ എല്ലാം കാറ്റഗറി വൈസ് ഞാൻ സോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മദർ ബോർഡിന്റെ എന്തെങ്കിലും റെക്കമെൻഡേഷൻ വേണമെങ്കിൽ ഇന്റൽ മദർ ബോർഡ്, AMD മദർ ബോർഡ് സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. സോ അതിൽ കയറി നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് റെക്കമെൻഡ് ചെയ്യുന്ന മദർ ബോർഡ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ചൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാം. സോ അത് ചാനലിന് ചെറിയൊരു സപ്പോർട്ട് ആയിരിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ്ലി എല്ലാ പ്രോഡക്ട്സും ആമസോണിൽ തന്നെ പർച്ചേസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ആമസോണിലെ ചില പ്രോഡക്ട്സിന്റെ പ്രൈസ് കുറച്ച് കൂടുതലാണ്. സോ അത് നിങ്ങൾ മറ്റു വെബ്സൈറ്റ്സും മറ്റു ഓഫ്ലൈൻ സ്റ്റോഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് പ്രൈസ് എവിടെയാണോ കുറവ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ആമസോണിലെ പ്രൈസ് കുറവാണ് അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ലിങ്ക്സ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാം. സോ പറഞ്ഞ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കൂ. എനിവേസ് 32 സെറ്റപ്പ് എപ്പിസോഡ് 22 തുടങ്ങാം. സോ എപ്പിസോഡ് 22 ഫസ്റ്റ് സെറ്റപ്പ് അയച്ചേക്കുന്നത് കാസിഫാണ് ഫ്രം മലപ്പുറം കൊണ്ടോട്ടി. സോ ഇതാണ് കാസിഫിന്റെ ഗെയിമിംഗ് ആൻഡ് ലൈറ്റ് എഡിറ്റിംഗ് എൻട്രി ലെവൽ ബഡ്ജറ്റ് PC. ബേസിക് APU സെറ്റപ്പ് ആണ്. പ്രോസസർ Ryzen 3 3200G, A320 മദർ ബോർഡ്, 8GB RAM. GPU യൂസ് ചെയ്യുന്നില്ല, Vega 8 ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. BenQ GW2480 മോണിറ്റർ ആണ് സെറ്റപ്പിൽ കാണുന്നത്. എഡിറ്റിംഗ് പർപ്പസിന് ബഡ്ജറ്റ് റേഞ്ചിലുള്ള മോണിറ്റർ നോക്കുന്നുണ്ടെങ്കിൽ BenQ GW സീരീസ് നല്ലതാണ്. GW2480 അല്ലെങ്കിൽ 2780, 2280, 22 ഇഞ്ച് 24x27 ഉണ്ട്. സോ മോസ്റ്റ്ലി ബേസിക് 1080p എഡിറ്റിംഗിന് വേണ്ടി GW സീരീസ് നല്ലതാണ്. ഇതിന്റെയും ലിങ്ക്സ് നമ്മുടെ ആമസോൺ സ്റ്റോർ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. Zebronics ബ്രാൻഡിനെയാണ് ബേസിക് RGB കീബോർഡ് ആൻഡ് മൗസ് കോംബോ യൂസ് ചെയ്യുന്നത്. ബാക്കി ഡീറ്റെയിൽഡ് ഫുൾ സ്പെക്സ് എല്ലാം സ്ക്രീനിൽ കാണിക്കാം. സോ ഇൻ കേസ് നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോസ് ചെയ്ത് ചെക്ക്ഔട്ട് ചെയ്യാം. സോ ഓവറോൾ കുഴപ്പമില്ലാതെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തൊരു ബേസിക് APU സെറ്റപ്പ് ആണ് കാസിഫിന്റെ. ഈ ക്യാബിനറ്റും എയർ ഫ്ലോ വൈസ് നല്ലൊരു ക്യാബിനറ്റ് ആണ്. ആന്റെക്കിന്റെ GX202 മോഡൽ. ഇപ്പോഴും ഇവന്തോ പഴയ DVD ഡ്രൈവ് ഓപ്ഷൻ ഉള്ള കേസ് ഇൻ കേസ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും സ്പെസിഫിക് യൂസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാബിനറ്റ് ആണ്. ഡീസെന്റ് എയർ ഫ്ലോ വിത്ത് ഇൻക്ലൂഡഡ് LED ഫാൻസ് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ DVD ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. കേബിൾ മാനേജ്മെന്റ് അത്യാവശ്യം ഡീസെന്റ് തന്നെ പറയത്തുള്ളൂ. കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എല്ലാം റൗട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇൻസൈഡ് ദ ക്യാബിനറ്റ് നോക്കുവാണെങ്കിലും കൈൻഡ് ഓഫ് ഓക്കെ ആണ്. അറ്റ്ലീസ്റ്റ് ആന്റെക് VP450 ആണ് പവർ സപ്ലൈ യൂസ് ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ട് ബ്ലാക്ക് കേബിൾസ് ആണ്, ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ മറ്റേ കളർഫുൾ ആയിട്ടുള്ള കേബിൾസ് ഒന്നുമല്ല. സോ കേബിൾ മാനേജ്മെന്റ് ആവറേജ് ആണെങ്കിലും മറ്റേ കളർഫുൾ കേബിൾസ് അല്ലാത്തത് കൊണ്ട് തന്നെ അത്ര വൃത്തികേടില്ല. ഓവറോൾ കുഴപ്പമില്ലാത്തൊരു ബഡ്ജറ്റ് സെറ്റപ്പ് ആണ്. ഇതിൽ അപ്ഗ്രേഡ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഗ്രാഫിക്സ് കാർഡ് തീർച്ചയായിട്ടും ആഡ് ചെയ്യാം. യൂസ്ഡ് 1050 Ti അല്ലെങ്കിൽ RX 560, 570 ഇതൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ആൻഡ് ഓൾസോ RAM 8GB ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ ഒരു 8GB കൂടെ ആഡ് ചെയ്താൽ കുറച്ചുകൂടി നല്ല പെർഫോമൻസ് ആയിരിക്കും കിട്ടുന്നത്. ഇതെല്ലാം അപ്ഗ്രേഡ് ഓപ്ഷൻസ് എല്ലാം നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സോ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെറ്റപ്പ് ഫ്രം കാസിഫ്. ആൻഡ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, കാസിഫിന് ഒരു യൂട്യൂബ് ചാനൽ കൂടിയുണ്ട്. റിയൽ PC മാസ്റ്റർ എന്നാണ് ചാനലിന്റെ പേര്. ചാനലിന്റെ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. സോ ജസ്റ്റ് ഒന്ന് കയറി നോക്കൂ. ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യൂ. ആൻഡ് ഓൾസോ ഒരു ബഡ്ജറ്റ് ഹെഡ്സെറ്റും റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അണ്ടർ 1000 rupees റേഞ്ച്. 1000 rupees റേഞ്ച് എന്ന് പറയുമ്പോൾ ബേസിക് ജനറിക് ആയിട്ടുള്ള ഹെഡ്സെറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. സോ ഇതിന്റെ ക്വാളിറ്റി എത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും എന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും ഓൺലൈൻ റിവ്യൂസും റെക്കമെൻഡേഷൻസ് അനുസരിച്ചുള്ള 1-2 മോഡൽ സ്ക്രീനിൽ ഇട്ടേക്കാം. ആൻഡ് ഓൾസോ ആമസോൺ സ്റ്റോറിലും ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കൂ, സ്റ്റോർ ഫ്രണ്ടിലും. സോ മൂവിംഗ് ആൻഡ് സെക്കൻഡ് സെറ്റപ്പും സിമിലർ ടൈപ്പ് ഓഫ് ഒരു സെറ്റപ്പ് തന്നെയാണ്. അയച്ചേക്കുന്നത് ജസ്റ്റ് ജോർജ് ആണ് ഫ്രം തൃശ്ശൂർ.
തൃശ്ശൂർ. സ്റ്റുഡന്റ് ആണ്. ലൈറ്റ് ഗെയിമിംഗ് ആൻഡ് എഡിറ്റിംഗ് ആൻഡ് ഓട്ടോകാഡ് വർക്സിനാണ് ഈ PC യൂസ് ചെയ്യുന്നത്. ഇതൊരു ചെറിയ സിമ്പിൾ സെറ്റപ്പ് ആണ്. റൂമിന്റെ ഒരു കോർണർ ബേസിക് PC ടേബിളിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. Ryzen APU ബേസ്ഡ് PC തന്നെയാണ്. Ryzen 3200G പ്രോസസർ, 8GB RAM, ASUSന്റെ B450 മദർബോർഡ്, 240GB SSD യൂസ് ചെയ്യുന്നുണ്ട്. ക്യാബിനറ്റ് നിങ്ങൾ ഈ കാണുന്നത് ആന്റി സ്പോർട്സിന്റെ 200TG മോഡലാണ്. ആൻഡ് PC പവർ ചെയ്യുന്നത് ആന്റെക്കിന്റെ VP450 പവർ സപ്ലൈ ആണ്. സോ നമ്മുടെ ചാനൽ കണ്ട് PC സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ചെറിയൊരു പേടി കാരണം പിന്നീട് ലാസ്റ്റ് ഫൈനലി ഗീക്ക് ബോക്സ് ത്രൂ ആണ് ഈ PC ബിൽഡ് ചെയ്തതെന്നാണ് പറയുന്നത്. സോ സെറ്റപ്പിലേക്ക് കേബിൾ മാനേജ്മെന്റ് നൈസ് ആണ്. കേബിൾസ് എല്ലാം തന്നെ പ്രോപ്പർലി കേബിൾ മാനേജ് ചെയ്തിട്ടുണ്ട്. നീറ്റ്ലി ടൈ ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് സ്പീക്കറിന്റെ പവർ കേബിൾ ആണെന്ന് തോന്നുന്നു. സോ അതും കൂടി ടേബിളിന്റെ ബാക്കിൽ അല്ലെങ്കിൽ ലെഗിന്റെ ബാക്കിൽ എവിടെയെങ്കിലും ചെറുതായിട്ട് ഹൈഡ് ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ബട്ട് ഓവറോൾ ടേബിളിന്റെ കേബിൾ മാനേജ്മെന്റ് ക്ലെവർ ആൻഡ് നൈസ് ആണ്. ഇനി PCയുടെ കേബിൾ മാനേജ്മെന്റ് നോക്കുവാണെങ്കിൽ അതും നൈസ് ആണ്. എല്ലാം നല്ലപോലെ ചെയ്തിട്ടുണ്ട്. PC ബിൽഡ് ചെയ്ത ഗീക്ക് ബോക്സ് എന്നാണ് പറഞ്ഞത്. സോ കേബിൾ മാനേജ്മെന്റ് ഈസ് ഗുഡ്. 18.5 ഇഞ്ചിന്റെ വിപ്രോ മോണിറ്റർ, സ്പീക്കേഴ്സ് ഫ്രം ക്രിയേറ്റീവ് ആൻഡ് ബേസിക് കീബോർഡ് മൗസ് സെറ്റപ്പ് ആണ് യൂസ് ചെയ്യുന്നത് പെരിഫറൽസ് ആയിട്ട്. ബാക്കി ഡീറ്റെയിൽഡ് സ്പെക്സ് എല്ലാം നിങ്ങളുടെ മുന്നിലുണ്ട്, ചെക്ക് ചെയ്യാൻ നോക്കാം. ബേസിക് ഓവറോൾ നീറ്റ് സെറ്റപ്പ് ആണ്. പക്ഷേ PCയിലെ ഒരു നെഗറ്റീവ് പറയാനുള്ളത് കേസ് ഫാൻസിന്റെ കാര്യമാണ്. ഇതിൽ എക്സോസ്റ്റ് മാത്രമേ ഉള്ളൂ, ഇൻടേക്ക് കൊടുത്തിട്ടില്ല. സോ എന്തായാലും ഫ്രണ്ടിൽ 2 ഫാൻസ് ഇൻടേക്ക് വെക്കുകയാണെങ്കിൽ ഒപ്റ്റിമൽ എയർ ഫ്ലോക്ക് അത് നല്ലതായിരിക്കും. സോ അത് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ആൻഡ് അപ്ഗ്രേഡ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ 2 ഫാൻസ് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ 8GB RAM കൂടെ അഡീഷണലി ആഡ് ചെയ്യാം. ആൻഡ് ഓൾസോ ഗ്രാഫിക്സ് കാർഡ് വേണമെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ യൂസ് 1050 Ti, RX 570, 560 ഓർ GTX 970 ഇതെല്ലാം യൂസ്ഡ് കിട്ടുവാണെങ്കിൽ നോക്കാം. പുതിയതിന്റെ എന്തായാലും ഇപ്പം പ്രൈസസ് കൂടുതലാണ്. ഇൻ കേസ് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാം, നോ പ്രോബ്ലം. 1650 ഒക്കെ യൂസ് ചെയ്യാം. ആൻഡ് പെരിഫറൽസും കുറച്ച് പഴയതാണ്. പഴയ PCയുടെ അതേ പെരിഫറൽസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ വേണമെങ്കിൽ മോണിറ്റർ മെയിൻലി ഒരു 22 ഇഞ്ച് നോക്കാം. 22 to 24 ഇഞ്ച് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ, അപ്ഗ്രേഡ്സ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മോണിറ്ററും 22 to 24 ഇഞ്ചിന്റെ നോർമൽ മോണിറ്റർ നോക്കാം. സെറ്റപ്പിലെ കേബിൾ മാനേജ്മെന്റും കാര്യങ്ങളും ലൈറ്റിംഗും ഇതെല്ലാം കംപ്ലീറ്റ് DIY ആണെന്നാണ് പറയുന്നത്. സോ ഓവറോൾ ബേസിക് നല്ലൊരു PC ആണ്. ഒരു ബിഗിനർ എൻട്രി ലെവൽ PC എന്ന ഒരു സ്റ്റാൻഡിൽ നോക്കുവാണെങ്കിൽ പ്രോപ്പർ PC ആണ്. ആൻഡ് അപ്ഗ്രേഡ് പാത്തും ഫ്യൂച്ചറും നല്ലപോലെ ഉണ്ട്. സോ അതായിരുന്നു നമ്മുടെ സെക്കൻഡ് എൻട്രി ഫ്രം ജസ്റ്റ് ജോർജ്. മൂന്നാമത്തെ എൻട്രിയും ജോർജിന്റെ ആണ്. ജോർജ് കെ ബേബി ഫ്രം അടൂർ. സോ പേർപ്പസ് ഓഫ് ദ ബിൽഡ് മെൻഷൻ ചെയ്യുന്നത് ഫോട്ടോ, വീഡിയോ എഡിറ്റിംഗ്, അഡോബ് സോഫ്റ്റ്വെയർസ് ആണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ആർക്കിടെക്ചറൽ റെൻഡറിംഗ് ആൻഡ് ലൈറ്റ് എഡിറ്റിംഗ് ഇതിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഈ PC. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ കംപ്ലീറ്റ് സെറ്റപ്പിനെ കുറിച്ച് പറയാനുള്ളത് ഓസം, മിനിമൽ, സിമ്പിൾ ആൻഡ് യെറ്റ് നല്ല കേപ്പബിൾ ആയിട്ടുള്ള സെറ്റപ്പ് ആണ്. സ്പെക്സ് വൈസ് നോക്കുവാണെങ്കിൽ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന Intel i7 11700K ലേറ്റസ്റ്റ് 11th ജനറേഷൻ പ്രോസസർ ആണ്. MSI Tomahawk B560 Wi-Fi ബോർഡ്, 32GB 3600 MHz RAM, GPU പവർ ചെയ്യുന്നത് NVIDIA 1660 സൂപ്പർ ആണ്. ആൻഡ് കേസ് അല്ലെങ്കിൽ കേസിലെ കൂളിംഗിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും. കാരണം ഇതിൽ നോക്കുവാണെങ്കിൽ എക്സോസ്റ്റ് കൂടുതലാണ്, ഇൻടേക്ക് ഒന്നുമില്ല. ആൻഡ് അത് മാത്രമല്ല എയർ ഫ്ലോ റെസ്ട്രിക്ഷൻ ഉള്ള ഒരു ക്യാബിനറ്റ് ആണ്. ഫ്രണ്ട് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ 2-3 ഫാൻസ് വെച്ചാലേ കുറച്ചെങ്കിലും എയർ അകത്തോട്ട് പുഷ് ചെയ്യത്തുള്ളൂ. ഈ ഒരു കോൺഫിഗറേഷൻ ഇപ്പൊ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു ഫാനേ ഉള്ളൂ ഇൻടേക്ക് ആയിട്ട്. ബാക്കിലും മേലെ റേഡിയേറ്ററിന്റെ ഫാനും ഐ തിങ്ക് അത് എക്സോസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. അകത്തുള്ള കംപ്ലീറ്റ് എയറും അത് വലിച്ചെടുക്കുന്നതായിരിക്കും. 3 ഫാൻസ് ഫ്രണ്ടിൽ ഇൻടേക്ക് ആയിട്ട് വെക്കാൻ പറയുന്നതിന്റെ മെയിൻ കാരണം എയർ കംപ്ലീറ്റ്ലി പാസ് ചെയ്യണം. അതായത് GPU ഏരിയ ത്രൂ പാസ്സായി GPUലെ 2 ഫാൻസ് അത് കംപ്ലീറ്റ് വലിച്ചെടുത്ത് മേളോട്ട് എക്സോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെയാണ് എയർ ഫ്ലോ വർക്ക് ആവേണ്ടത്. സോ അതുകൊണ്ട് ഫ്രണ്ടിൽ 2-3 ഫാൻസ് വെക്കാൻ പറ്റുമെങ്കിൽ അത് നല്ല ഓപ്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ റേഡിയേറ്റർ മേളിൽ നിന്ന് എടുത്ത് ഫ്രണ്ടിൽ വെച്ചാലും മതി. ഫ്രണ്ടിലെ ഫാൻ മേളിൽ എക്സോസ്റ്റ് ആയിട്ടും കൊടുക്കാം, അങ്ങനെയും ചെയ്യാം. സോ ഇത് സ്ലോലി 1 by 1 ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തൊരു സെറ്റപ്പ് ആണ്. ഇതിലെ ഒട്ടുമിക്ക പാർട്സ് എല്ലാം 2017 to 2021 ഈ റേഞ്ചിൽ സ്ലോലി 1 by 1 ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തെടുത്തതാണ്. ആൻഡ് പുള്ളി മെൻഷൻ ചെയ്യുന്നത് വീഡിയോസും കാര്യങ്ങളും ആഫ്റ്റർ എഫക്ട്സിൽ സ്മൂത്ത് ആണ്. പ്രീമിയർ പ്രോ വീഡിയോ എഡിറ്റിംഗ് എക്സ്പോർട്ടിംഗ് ടൈമും കുറവാണെന്നാണ്. സോ ഇൻ കേസ് സിമിലർ ലെവലിലുള്ള ഒരു സെറ്റപ്പ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ സ്പെക്സ് എല്ലാം ഡീറ്റെയിൽഡ് സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കേബിൾ മാനേജ്മെന്റ് PCയിൽ ഓക്കെ ആണ്, നോ ഇഷ്യൂസ്. ഔട്ട്സൈഡ് കേബിൾ മാനേജ്മെന്റ് നോക്കുവാണെങ്കിൽ ആവറേജ് ആണ്, കുഴപ്പമൊന്നുമില്ല. അതും പുള്ളി പറയുന്നത് എപ്പോഴും ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ അതുകൊണ്ട് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇതില്ല. അതുകൊണ്ടാണ് കേബിൾസ് പുറത്തേത് ഇങ്ങനെ അധികം മാനേജ് ചെയ്യാത്തത്. ഓവറോൾ നല്ല സ്പെക്സ് ആണ്. സ്പെക്സ് വൈസ് അത്യാവശ്യം നല്ല ഹെവി സ്പെക്സ് തന്നെയാണ്. i7 1660 സൂപ്പർ ആണ് ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് മദർ ബോർഡ് ഇവിടെ യൂസ് ചെയ്യുന്നത് B560 ചിപ്സെറ്റ് ആണ്. നോർമലി K സീരീസ് പ്രോസസർ എടുക്കുമ്പോൾ Z സീരീസ് ആണ് പലരും പ്രിഫർ ചെയ്യാറുള്ളത്. പക്ഷേ ഇതൊരു ക്ലെവർ സംഭവമാണ്. കാരണം 11th ജനറേഷൻ ഇന്റൽ പ്രോസസർ ആണ്. സോ ഇൻ കേസ് നിങ്ങൾ പ്രോസസർ ഓവർക്ലോക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ Z സീരീസ് എടുത്തിട്ട് കാര്യമൊന്നുമില്ല. B സീരീസ് B560 എടുക്കുന്നതാണ് എത്രയും നല്ലത്. കാരണം 560ൽ RAM ഓവർക്ലോക്ക് ചെയ്യാനുള്ള സപ്പോർട്ട് ഉണ്ട്. സോ 11th ജനറേഷൻ K അല്ലെങ്കിൽ KF സീരീസ് പ്രോസസർ എടുക്കുന്നുണ്ടെങ്കിൽ Z സീരീസ് തന്നെ വേണമെന്നില്ല, P560 എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഡെൽ ബ്രാൻഡിന്റെ P2419H മോഡൽ
മോഡൽ മോണിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. പ്രൊഫഷണൽ ലെവൽ ഓഡിയോ എക്യുപ്മെന്റ്സ് ആണ് ഈ കാണുന്നത്. ഫ്രം ഓഡിയോ ടെക്നിക്ക ആൻഡ് സ്റ്റെയിൻബർഗിന്റെ ആണ് ഓഡിയോ ഇന്റർഫേസ് യൂസ് ചെയ്യുന്നത്. സോ ഓവറോൾ നല്ല പ്രൊഫഷണൽ സെറ്റപ്പ് ആണ്. സിമ്പിൾ മിനിമൽ PC. ആകെയുള്ള ചെറിയ കൺസേൺ ക്യാബിനറ്റിലെ എയർ ഫ്ലോയെ കുറിച്ചാണ്. സോ അതൊന്ന് ശരിയാക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. സോ ഓവറോൾ നല്ലൊരു പ്രൊഫഷണൽ മിനിമൽ സെറ്റപ്പ് ആയിരുന്നു. അതായിരുന്നു നമ്മുടെ തേർഡ് സെറ്റപ്പ്. അടുത്തത് നല്ലൊരു ഗെയിമിംഗ് സെറ്റപ്പ് ആണ് അയച്ചേക്കുന്നത് പ്രശാന്ത് കുമാർ ഫ്രം എറണാകുളം. പർപ്പസ് മെയിൻലി ഗെയിമിംഗിന് വേണ്ടിയാണ്. സോ ഇതാണ് പ്രശാന്തിന്റെ ഗെയിമിംഗ് സെറ്റപ്പ്. ഈ വൈറ്റ് GPU കണ്ടാൽ അറിയാം ഗിഗാബൈറ്റിന്റെ വിഷൻ സീരീസ് ആണെന്ന്. RTX 3060 Ti ആണ് ഗ്രാഫിക്സ് കാർഡ് ഈ കാണുന്നത്. നെക്സ്റ്റ് പ്രോസസർ നോക്കുവാണെങ്കിൽ ഇന്റൽ 11600K പ്രോസസർ വിത്ത് Gigabyte Aorus Z590 Elite motherboard. Corsair Vengeance Pro 16GB RAM ആണ് യൂസ് ചെയ്യുന്നത്. സിംഗിൾ 16GB സ്റ്റിക്ക് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഡ്യുവൽ ആണ് ആക്ച്വലി റിക്കമെൻഡഡ്. CPU കൂൾ ചെയ്യുന്നത് 120mm NZXT Kraken M22 മോഡൽ AAO ലിക്വിഡ് കൂളർ ആണ്. ആൻഡ് ഈ കേസ് കൂളർ മാസ്റ്ററിന്റെ മാസ്റ്റർ ബോക്സ് Pro 6 മോഡൽ ആണ്. ഫ്രണ്ടിൽ 3 ഫാൻസ് ഉണ്ട്. സോ PCയിലെ ഫാൻ കോൺഫിഗറേഷൻ നോക്കുവാണെങ്കിൽ ടോപ്പ് സൈഡിലാണ് 120mm റേഡിയേറ്റർ കൊടുത്തേക്കുന്നത്. അതും ഫാൻസ് ഇൻടേക്ക് മോഡിലാണ് വെച്ചേക്കുന്നത്. കേസിന്റെ ടോപ്പ് സൈഡ് നോക്കുവാണെങ്കിൽ ഗ്രില്ലോ മെഷോ അല്ലെങ്കിൽ എയർ ഇൻടേക്കിന് വേണ്ടി ഓപ്പണിംഗ് ഒന്നുമില്ല. അതുകൊണ്ട് അത്രയ്ക്കൊരു ഒപ്റ്റിമൽ ചോയ്സ് അല്ല. ഇത് വേണമെങ്കിൽ 120mm റേഡിയേറ്റർ റിയർ എക്സോസ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ ടോപ്പിൽ ഫാൻ തിരിച്ചു വെച്ചാൽ മതി എക്സോസ്റ്റ് ആയിട്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന മോഡലാണെങ്കിൽ ഐ തിങ്ക് ടോപ്പ് സൈഡ് ചെറുതായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്നും ചെറുതായിട്ട് എയർ ഫ്ലോക്ക് വേണ്ടി ചാൻസസ് ഉണ്ടെന്ന് തോന്നുന്നു. തിങ്ക് ആ ഒരു സിമിലർ കേസ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതുകൊണ്ട് ടോപ്പിൽ അല്ലെങ്കിൽ റിയറിൽ എക്സോസ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഓൾറെഡി ഫ്രണ്ട് സൈഡ് 3 ഇൻടേക്ക് ഫാൻ ഉണ്ടെന്ന് തോന്നുന്നു. സോ വീണ്ടും ടോപ്പിന് ഒരു ഇൻടേക്കിന്റെ ആവശ്യമില്ല. Acer Nitro VG271U 27 ഇഞ്ചിന്റെ IPS WQHD ഒബ്വിയസ്ലി 3060 Ti ഗ്രാഫിക്സ് കാർഡ് ആയതുകൊണ്ട് തന്നെ 1080p അത്ര വർത്ത് അല്ല. 2K മോണിറ്റർ ആണ് ബെറ്റർ. ക്രിയേറ്റീവിന്റെ AE5+ സൗണ്ട് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. HyperX Cloud Alpha ഗെയിമിംഗ് ഹെഡ്സെറ്റ്. ലോജിടെക്കിന്റെ G502 ഗെയിമിംഗ് മൗസും ഹെർമിസ് ബ്രാൻഡ് കീബോർഡ് ആണ് ഗെയിമിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കേബിൾ മാനേജ്മെന്റ് ഓൾസോ ഓക്കെ ആണ്. ടേബിൾ ടോപ്പ് നോക്കുവാണെങ്കിൽ ഐ തിങ്ക് ബ്ലാക്ക് കാർബൺ ഫൈബർ സ്റ്റിക്കർ പേപ്പർ ആണ് ഒട്ടിച്ചേക്കുന്നത്. സോ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഒരു അഡ്വാൻറ്റേജ് കേബിൾസ് ചില ആംഗിൾസ് നോക്കുവാണെങ്കിൽ അത്രയ്ക്ക് കാണത്തില്ല. സോ കേബിൾ മാനേജ്മെന്റ് അത്യാവശ്യം അങ്ങനെ ഒപ്പിച്ചു വെക്കാം. സോ ഓവറോൾ നല്ലൊരു ഗെയിമിംഗ് സെറ്റപ്പ് ആണ്. ഈവൻ സ്പെക്സ് വൈസ് നോക്കുവാണെങ്കിലും 1440p റെസൊല്യൂഷൻ ഗെയിമിംഗിന് വേണ്ടി നല്ലൊരു സ്പെക്സ് ആണിത്. പിന്നെ റാം അപ്ഗ്രേഡും എയർ ഫ്ലോയുടെ കാര്യം ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് മാത്രമാണ് കൺസേൺ ആയിട്ട് പറയാനുള്ളത്. ബാക്കി ഓവറോൾ എല്ലാം ഓക്കെയാണ്. പെർഫെക്റ്റ് സെറ്റപ്പ്. ആൻഡ് എപ്പിസോഡ് 22 ഫൈനൽ സെറ്റപ്പ് തട്ടിക്കൂട്ട് സെറ്റപ്പിലെ തന്നെ ഇതുവരെ ഉള്ളതിൽ ഫസ്റ്റ് വാട്ടർ കൂൾഡ് PC സെറ്റപ്പ് ആണ് ഈ കാണാൻ പോകുന്നത്. അയച്ചേക്കുന്നത് അജ്മൽ അലി ഫ്രം മസ്കറ്റ്. നാട്ടിൽ പുള്ളി കൊച്ചിയിലാണ്. പർപ്പസ് ഗെയിമിംഗ് ആൻഡ് മൾട്ടിമീഡിയ യൂസേജ് എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് അജ്മൽ അലിയുടെ PC സെറ്റപ്പ്. ആൻഡ് ഫസ്റ്റ് പറയാനുള്ളത് ഈ കംപ്ലീറ്റ് സെറ്റപ്പ് ഒരു ഒമാനിയുടെ കയ്യിൽ നിന്ന് നല്ലൊരു റേറ്റിന് വാങ്ങിച്ചതാണെന്നാണ് പറഞ്ഞത്. സോ കംപ്ലീറ്റ് ഒരു വാട്ടർ കൂൾഡ് PC ആണ്. പ്രോസസറും ഗ്രാഫിക്സ് കാർഡ് രണ്ടും വാട്ടർ കൂളിംഗ് ആണ് ചെയ്തേക്കുന്നത്. സ്പെക്സ് വൈസ് നോക്കുവാണെങ്കിൽ Ryzen 7 3800X പ്രോസസർ, MSI X570 ഗെയിമിംഗ് പ്രോ കാർബൺ മദർബോർഡ്, 16GB 4000 MHz ആണ് റാം. ഗ്രാഫിക്സ് കാർഡ് ഈ കാണുന്നത് RTX 2080 Ti ആണ്. EVGA ബ്രാൻഡിന്റെ. സാംസങ്ങിന്റെ SSD Corsair RM750 ഗോൾഡ് റേറ്റഡ് പവർ സപ്ലൈ. പെരിഫറൽ സൈഡ് നോക്കുവാണെങ്കിൽ മോണിറ്റർ 1080p 240Hz IPS Alienware മോണിറ്റർ ആണ്. സ്റ്റീൽ സീരീസ് Apex Pro കീബോർഡ്, Logitech G703 വയർലെസ് മൗസ്. ആൻഡ് ഈ സെറ്റപ്പിലെ ഹൈലൈറ്റ് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് ക്യാബിനറ്റിനെ കുറിച്ചാണ്. ക്യാബിനറ്റ് ലിയാൻലി ബ്രാൻഡിന്റെ ഡൈനാമിക് O11 മോഡൽ സ്പെഷ്യൽ എഡിഷൻ ആണ്. ഡെർബൗർ എഡിഷൻ. സോ ലിയാൻലി കമ്പനിയും ഡെർബൗർ എന്ന യൂട്യൂബ് ചാനലിന്റെ ഹോസ്റ്റ് റോമന്റെ റെക്കമെൻഡേഷൻസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്തൊരു ക്യാബിനറ്റ് ആണ് ഈ സ്പെഷ്യൽ എഡിഷൻ വേർഷൻ. ഈ പറയുന്ന റോമന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പുള്ളി ഒരു ടെക് എന്തൂസിയസ്റ്റ് ആണ്, PC ബിൽഡർ ആണ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഓവർക്ലോക്കിംഗ് എക്സ്പേർട്ട് ആണ്. സോ ഫ്രണ്ടിൽ ഈ കാണുന്ന സംഭവം ഡിസ്ട്രോ പ്ലേറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് EK വാട്ടർ ബ്ലോക്കിന്റെ കസ്റ്റം ഡിസ്ട്രോ പ്ലേറ്റ് ആണ്. സോ ഇതിലാണ് PC കോമ്പണന്റ് കൂൾ ചെയ്യാനുള്ള കൂളന്റ് ഒഴിക്കുന്നത്. ആൻഡ് ഈ പ്ലേറ്റിൽ തന്നെ ഫ്ലോ മീറ്ററും പമ്പും നിങ്ങൾക്ക് കാണാം. ഓൾസോ ക്യാബിനറ്റിൽ യൂസ് ചെയ്തേക്കുന്ന RGB കേസ് ഫാൻസും കസ്റ്റം സ്ലീവ് കേബിൾസും ആൻഡ് ഓൾസോ കൂളിംഗിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന കൂളന്റും EKWB ബ്രാൻഡിന്റെ ആണ്. EK വാട്ടർ ബ്ലോക്കിന്റെ ആണ്. സോ ഇൻ കേസ് സ്പെക്സിൽ എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ ഇട്ടേക്കാം. സോ സ്പെക്സ് വൈസ് ആണെങ്കിലും ലുക്സ് വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും അടിപൊളി ഒരു PC സെറ്റപ്പ് ആണിത്. ആൻഡ് ഇവിടെ പ്രോസസർ മാത്രമല്ല ഗ്രാഫിക്സ് കാർഡും കംപ്ലീറ്റ്ലി കസ്റ്റം വാട്ടർ കൂളിംഗ് ആണ് ചെയ്തേക്കുന്നത്. സോ അതായിരുന്നു നമ്മുടെ ഫൈനൽ എൻട്രി ഫ്രം അജ്മൽ അലി. മോസ്റ്റ്ലി ഗെയിമിംഗിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിപ്പം സമയമൊന്നും കിട്ടാറില്ല എന്നാണ് പറയുന്നത്. ഇപ്പം മോസ്റ്റ്ലി പിള്ളേർ യൂട്യൂബ് കാണാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. യൂട്യൂബ് വീഡിയോ കാണാൻ വേണ്ടിയാണ് കസ്റ്റം വാട്ടർ കൂൾഡ് PC RTX 2080 Ti ഉള്ളത്. എനിവേസ് ജസ്റ്റ് കിഡിങ്. നല്ലൊരു അടിപൊളി സെറ്റപ്പ് തന്നെയായിരുന്നു. അപ്പോൾ അതായിരുന്നു നമ്മുടെ എപ്പിസോഡ് 22 ഓഫ് തട്ടിക്കൂട്ട് സെറ്റപ്പ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് തൊട്ടടുത്തുള്ള മണി ഒന്ന് അടിച്ചിട്ടേക്കാം. സോ എൻട്രീസ് അയക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞ കാര്യം മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ഓൾസോ മേളിൽ പിൻ ചെയ്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആൻഡ് നമ്മുടെ ആമസോൺ സ്റ്റോർ ഫ്രണ്ട് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.